ഹലോ, ദയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലേക്കുള്ള മീൽ പ്ലാനിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിക്ടോറിയ ഡേ പബ്ലിക് ഹോളിഡേ ആയത് കാരണം ഈ ആഴ്ച ലോങ് വീക്കെൻഡാണ് കാനഡയിൽ. സോ 3 ദിവസം അവധി കിട്ടി. 3 ദിവസം അവധി കിട്ടിയപ്പോൾ സൺഡേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് മൺഡേയിലോട്ട് മാറ്റി. ക്വിക്കായിട്ടുള്ള ഒരു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ലോണ്ട്രിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒന്നടിച്ച് വാരി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഗുജറാത്തി ഡിഷായിട്ടുള്ള ദോക്ലിയാണ്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരിക്കൽ ഷെയർ ചെയ്യാം. ഈ ആഴ്ചയിലെ മീൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കോവയ്ക്കയുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്, മുരിങ്ങക്കായും ചക്കക്കുരുവും കൂടി ഇട്ടിട്ടുള്ള തോരനും, പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു തോരനും, ക്യാബേജും ക്യാരറ്റിൻ്റെയും കൂടി ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്, 2-3 മീൻ കറികൾ. പിന്നെ ഞാൻ മാവ്, ദോശയ്ക്കും അപ്പത്തിനുള്ള മാവൊക്കെ ഓൾറെഡി ആട്ടി വെച്ചിട്ടുണ്ട്. ഈ ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ മാവ് എല്ലാ വീക്കിലും ഞാൻ ആട്ടി വെക്കും. ദോശയുടെയും അപ്പത്തിൻ്റെയും മാവൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമായിരിക്കും നമുക്ക്. കുക്കറിൽ ചക്കക്കുരുവും മുരിങ്ങക്കായും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും കൂടെ ചേർത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ പ്രഷർ കുക്ക് ചെയ്യാം. 4 ബർണർ ഉള്ളത് കൊണ്ട് കുക്കിങ്ങൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. ചക്കക്കുരു മുരിങ്ങക്കായും അപ്പുറത്ത് വേവുന്നുണ്ട്. ഇപ്പുറത്തെ പാനിൽ ഞാൻ കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോവയ്ക്ക ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് മീഡിയം തീയിൽ വെച്ച് നന്നായിട്ട് മുരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഏകദേശം 1/4 വേവാകുമ്പോഴത്തേക്ക് നമ്മളിതിനകത്തോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാണ്. ചക്കക്കുരു മുരിങ്ങക്കയുടെയും തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് 3 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് പകുതി കുക്കാകുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയുടെ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കും. ഈ തേങ്ങയിൽ ഞാൻ ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, തേങ്ങ ഇതും കൂടി ചതച്ചതാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു 3-4 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചക്കക്കുരുവും മുരിങ്ങക്കായുടെയും തോരൻ റെഡി ആയിരിക്കും. നാട്ടിൽ നമുക്ക് ചക്കക്കുരുവിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ചക്കക്കുരു ഫ്രഷായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഫ്രോസൺ ചക്കക്കുരു എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ച ചക്ക മേടിച്ചു, അതിൽ നിന്ന് കിട്ടിയ ചക്കക്കുരുവാണ്. അപ്പോൾ ഇതൊരു അടിപൊളി ഡിഷായിരിക്കും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങക്കായും കൂടി ഇട്ട തോരന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫ്രഷായിട്ട് ചക്കക്കുരു കിട്ടുവാണെങ്കിൽ. ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള മീൻകറിയാണ്. ചെമ്മീൻ്റെ കൂടെ മാങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും മഞ്ഞളും കൂടി ചേർത്ത് അരച്ചതും കൂടെ ചേർത്ത്
ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് വാങ്ങി വെക്കണം. കോട്ടയം സ്റ്റൈലിൽ ചുവന്ന മുളകിട്ട മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് വഴറ്റി വെള്ളം ഒഴിച്ച് പുളിയും കൂടെ ചേർത്ത് മീനിട്ട് കൊടുക്കണം. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. മാങ്ങയും കൊഞ്ചും കൂടി ഇട്ട കറി റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചുറ്റിച്ചെടുത്ത് വാങ്ങി വെക്കാം. ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന മീൻ നമ്മുടെ നാട്ടിലെ നവര അല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ്. ഇവിടെ ഇതിന് റെഡ് സ്നാപ്പർ എന്ന് പറയും. ഇവിടെ നല്ല വിലയുണ്ട് ഇതിനിവിടെ. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 1 ഇഞ്ച് പീസാണത്, 3-4 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ചുവന്ന മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കായത്തിൻ്റെ പൊടിയും ഒരു നുള്ള്, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. നല്ല മഷി പോലെ ഈ മിക്സ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളിത് മീനിനകത്തേക്ക് പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് കുറഞ്ഞതെങ്കിലും വെക്കണം. കൂടുതൽ നേരം വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ബീട്രൂട്ടിൻ്റെ തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥയായത് കാരണം മീനൊക്കെ പുറത്തുനിന്നാണ് പൊരിക്കുന്നത്. വീടിനകത്ത് അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹോളായിട്ട് ഫിഷ് ഇട്ട് കൊടുക്കാം.
5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മീൻ വലുതായത് കാരണം ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ ഈ മസാല ഉപയോഗിച്ചിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ, നന്നായിരിക്കും. ഇതാണ് ഈ വീക്കിലെ മീൽ പ്ലാനിങ്. ഇതുകൂടാതെ ദോശയും അപ്പത്തിനും ഞാൻ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിയാസ് റെസിപ്പി.